ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഒരു അടിപൊളി റവ ദോശ റെസിപ്പിയായിട്ട് വന്നിട്ടുള്ളത്. റവ ദോശയും ഒരു റെഡ് ചട്നിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു അരക്കപ്പ് തരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കപ്പിൽ തന്നെ നമ്മൾ ബാക്കിയെല്ലാം അളക്കണം. അപ്പോൾ ഞാനെടുത്ത ആ കപ്പിൽ അരക്കപ്പ് തരിയും അതിൽ ഒരു അരക്കപ്പിന് അരിപ്പൊടിയും ഏതെങ്കിലും പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതും കൂടി എടുക്കുക. പിന്നെ അതിൽ തന്നെ ഒരു 1/4 കപ്പ് മൈദ അതും കൂടി ഇതിലിട്ടിട്ട് പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ തൈര് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ആ ഒരു പുളിപ്പെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ അത് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ ഇടാം, പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് കായം അതും ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ആക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പിടി കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 2 പച്ചമുളകും. ഇഞ്ചി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ ഇടുക, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറെല്ലാം ഇതിലുണ്ടാവും. പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണമെന്നൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പം ഞാനിത് 1 കപ്പ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ച് എല്ലാം ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത്. അപ്പോൾ ഇതിൽ എത്ര വെള്ളം ഒഴിക്കുമ്പോഴും തരിയല്ലേ, പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. എന്നിട്ട് വീണ്ടും ഞാനിത് 1 കപ്പ് കൂടി ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വെക്കുന്നതിന് ടൈറ്റായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ ഈ മാവൊന്ന് കലക്കി കുറേ കഴിഞ്ഞിട്ട് ചുടുന്ന ഒരു 3-4 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിത് കുറേ നേരം വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാം. ഇനിയിപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെഡ് ചട്നി റെഡിയാക്കുന്നുണ്ട്. അതിനിത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം, കുറച്ച് മതി. പിന്നെ മല്ലി ഉണ്ടല്ലോ അതും ഒരു 1/4 ടീസ്പൂൺ ഹോൾ മല്ലി തന്നെ, അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അതിലേക്ക് ഞാനിത് ഒരു 5-6 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളിയാണ് കൂടുതൽ ഇടുന്നത്. അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ 1 കപ്പ് കുഞ്ഞുള്ളി ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 വറ്റൽമുളക്. അങ്ങനെ വെളുത്തുള്ളിയും വറ്റൽമുളകും കുഞ്ഞുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതും ഇട്ടിട്ട് ഈ ഓയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റി പിന്നെ ഞാനിതാ ഒരു 2 വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ പീസായാലും സാരമില്ല, ലാസ്റ്റ് നമ്മളിതെല്ലാം അരച്ചെടുക്കുമല്ലോ. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അതും ഇട്ടിട്ടൊന്ന് ഇളക്കി ഈ തക്കാളി ഒന്ന് കുക്കാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് തക്കാളിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും, അത്രയും ഇടണ്ടോ കുറച്ച്, അതും ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിയുന്നവരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് 2-3 മിനിറ്റ് എല്ലാം ഒന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട, നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഞാനിത് ഈ സെയിം പാനിൽ തന്നെ ഒന്ന് കാച്ചി ഒഴിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് ഒരു 1/2 ടീസ്പൂൺ, അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇടണമെന്നില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും അതും ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു പിഞ്ച് കായം ഒന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ ഒരു കറിവേപ്പില ആദ്യം ഒന്ന് വഴറ്റേണ്ടതായിരുന്നു, അത് മറന്നുപോയതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ടത്. ഉള്ളി അരച്ചത് ഒഴിക്കുന്നതിന് മുമ്പ് കറിവേപ്പില ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഫുൾ അരച്ചതും മിക്സി തുടച്ച് വടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് അധികം തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം. ഇതങ്ങനെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇത് അടിപൊളി ചട്നിയാണ്, ദോശക്കും ഇഡ്ലിക്കും എന്തിൻ്റെ കൂടെയും സൂപ്പറാണ് ഇത്.
ഇനിയിപ്പോൾ ഇതാ ഞാനിത് ദോശ ചുടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം ലൂസ് വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാം, പിന്നെ ടൈറ്റ് വേണമെങ്കിൽ അത്ര വെള്ളം ഒഴിക്കണമെന്നില്ല. അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. എന്നിട്ട് ഇത് ഇതേപോലെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടായ ഫ്രൈ പാനിലോട്ട് നമ്മളിത് ഒഴിച്ച് കൊടുക്കാം. ഇത് മറിച്ചിടില്ല സാധാരണ, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് തന്നെ എടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഇത് കുറച്ച് RKG ഒന്ന് പരട്ടി കൊടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഈ ദോശ ഒന്ന് എന്താ പറയുക, ഒന്ന് മുരിഞ്ഞ് വരാൻ ടൈം എടുക്കും, തരിയായതുകൊണ്ട്. ഇത് കണ്ടോ, ഞാനിതാ മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ കരിഞ്ഞൊന്നുമല്ല കേട്ടോ, നല്ലോണം മൊരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ശരിക്കും ഇത്. എന്നിട്ടിതാ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. വീണ്ടും അടുത്തതും ഇതേപോലെ തന്നെ ചുടാം. അപ്പോൾ നമ്മളൊരു സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ ഒന്ന് കോരി രണ്ടാമത് ഒഴിക്കുമ്പോഴേക്കും ഇതവിടെ പിടിച്ചു പോകില്ല. അപ്പോൾ ആ ഒരു കപ്പിൽ നമ്മൾ കോരിയിട്ട് ഒഴിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായ ഇതിലേക്ക് ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. മേലെ RKG ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുരട്ടിയാൽ മതി. അതേപോലെ ഞാനിത് അടിപൊളിയായിട്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഭയങ്കര സംഭവം, എന്ത് ഈസി അല്ലേ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കലക്കി ഒരു 10 മിനിറ്റ് വെച്ച് പല്ലെല്ലാം തേച്ച് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ദോശ ചുട്ട് അടിപൊളിയായിട്ട് തിന്നാം. കണ്ടോ, ഇനിയിപ്പോൾ ഞാനിതാ ഇതിൻ്റെ കൂടെയുള്ള ചട്നി കൂടി ഒന്ന് ഇടട്ടെ. അപ്പോൾ ഈ ചട്നി കൂടി എന്താ പറയുക, കൂട്ടിക്കഴിക്കാൻ എന്താ ടേസ്റ്റെന്നറിയോ ശരിക്കും. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഇത്ര നാളും എന്താ ഞാൻ ഉണ്ടാക്കണ്ടായിപ്പോയി, അത്ര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ റവ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.